ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് യേശു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ പോകുകയാണ്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുകയാണ്. പലപ്പോഴും അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യമില്ല എങ്കിലും അനുഗ്രഹിക്കപ്പെടുവാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നാം അനുഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹം വീട്, സമ്പത്ത്, ജോലി, വിസ, ആരോഗ്യം, മക്കൾ, ഉയർന്ന ശമ്പളം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും അനുഗ്രഹമെന്ന് പറയുന്നത്. അത് അനുഗ്രഹമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരും പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുമ്പോൾ കണ്ടില്ലേ കർത്താവ് മറ്റവരെ എന്തുമാത്രമാണ് അനുഗ്രഹിച്ചത് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അനുഗ്രഹം എന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കയറുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പുറത്ത് കാണുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഉദാഹരണം, ഹൃദയത്തിനകത്ത് കർത്താവായി നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനെ നാഥനും കർത്താവുമായി അംഗീകരിച്ച് കഴിയുമ്പോൾ നാം അവനോടുള്ള ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ ആളുകൾ സ്നാനപ്പെടും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായ വ്യത്യാസത്തിൻ്റെ പുറത്ത് കാണിച്ച പ്രകടനം, അല്ല എങ്കിൽ പുറത്ത് കാണിച്ച ആ ബാഹ്യമായ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് യേശുവേ ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, നീ പറഞ്ഞതുപോലെ ഞാൻ സ്നാനപ്പെടുന്നു എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹം നാം എങ്ങനെയാണ് കാണുന്നത്? അനുഗ്രഹം കാണുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ വീടുകൾ, വണ്ടികൾ, മക്കൾ, ആരോഗ്യം, സന്തോഷം, രോഗസൗഖ്യം, രാജ്യങ്ങളിലേക്കുള്ള യാത്ര, കൺവെൻഷനുകൾ, പ്രസംഗം, ആളുകൾ മാനസാന്തരപ്പെടുന്നത്, ആളുകൾ രോഗസൗഖ്യം പ്രാപിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അഭിവൃദ്ധിയുടെ ലക്ഷണങ്ങളായി നാം കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രതിസന്ധിയുടെയും എല്ലാവരും ഇട്ടിട്ട് പോകുന്ന അവസ്ഥയാണ് എങ്കിൽ പലപ്പോഴും അതിനെ അനുഗ്രഹം എന്ന് ആളുകൾ വിളിക്കത്തില്ല. അപ്പോൾ ആളുകൾ പറയും, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത്? എല്ലാം ഉണ്ടായിരുന്ന ഇയ്യോബ് കഷ്ടതയിൽ കൂടി കടന്നുപോയി. എല്ലാവരും ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞു. സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി ചാകട എന്ന് വരെ പറഞ്ഞ ഒരു അവസ്ഥയുണ്ടായി. എല്ലാവരാലും തള്ളപ്പെട്ട് കൂട്ടുകാർ അവനോട് വന്ന് നിൻ്റെ കുറവ് കൊണ്ടാ, കുഴപ്പം കൊണ്ടാ, എന്തുകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ച് അവനെതിരായിട്ട് സംസാരിക്കുന്ന സമയം, ഇത് എല്ലാം സംഭവിക്കുമ്പോഴും ഇയ്യോബ് കഷ്ടതയിൽ കൂടി ദേഹത്ത് മുഴുവൻ ചൊറി ചരങ്ങ് പിടിച്ച് ദേഹം മാന്തിപ്പറിച്ച് ചൊറിയേണ്ട അവസ്ഥ പോലെ ആയിരിക്കുന്ന അവസ്ഥയിലും ഇയ്യോബിനെ കുറിച്ച് നോക്കിയാൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇയ്യോബ് അതിഭയങ്കരമായ കഷ്ടതയിൽ കൂടി കടന്നുപോയി. യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ യോനായെക്കുറിച്ച് പറഞ്ഞു, അവൻ സമുദ്രത്തിൻ്റെ അല്ല പാതാളത്തിൻ്റെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ കഷ്ടതയിൽ കൂടി കടന്നുപോയി. പൗലോസ് യാത്രയിലായിരുന്നപ്പോൾ, തടവുകാരനായി യാത്രയിലായിരുന്നപ്പോൾ ദിവസങ്ങളോളം സൂര്യനും ചന്ദ്രനും വെളിച്ചവും കാണാതെ കഷ്ടതയിലായിരുന്നപ്പോൾ കപ്പലുണ്ടായിരുന്നവർ ചരക്കെടുത്ത് പുറത്ത് കളഞ്ഞ് എങ്ങനെയും കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുവാൻ, കപ്പലിനെ നന്നായിട്ട് ഓടിക്കുവാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര കഷ്ടതയായിരുന്നു. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അനുഗ്രഹത്തിന് അതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ കഷ്ടതയ്ക്കും അതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയെ നിങ്ങൾ നോക്കിയിട്ട് അത് കഷ്ടതയുടെ അവസ്ഥ എന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇതാ നിങ്ങൾക്ക് ഉയർപ്പിൻ്റെ, വിജയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയം വരുന്നുണ്ട്. അത് ദൂരെയല്ല, തൊട്ടടുത്താണ്. യു ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു എ
സീസൺ ഓഫ് ബ്ലെസ്സിങ്. അതെ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഒരു സീസണിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് കരമുയർത്തി എന്ന് പറഞ്ഞാട്ടെ, ഞാനത് വിശ്വസിക്കുന്നു. ഞാനൊരു അനുഗ്രഹത്തിൻ്റെ സീസണിലേക്ക്, ഒരു അനുഗ്രഹത്തിൻ്റെ സമയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ പോകുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അനുഗ്രഹിക്കപ്പെടണമെന്ന. ദൈവം നമുക്ക് തന്ന ബുക്കായ ബൈബിൾ, വിശുദ്ധ പുസ്തകമായ വചനം പഠിപ്പിക്കുമ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് അനവധി തവണ പ്രതിപാദിക്കുന്നുണ്ട്. പലപ്പോഴും പലരും പറയും കഷ്ടതയാണ് യഥാർത്ഥത്തിൽ നല്ലത്. അല്ല, കഷ്ടതയെക്കുറിച്ചല്ല. പിന്നെയോ അനുഗ്രഹത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സമ്പൽ സമൃദ്ധിയെക്കുറിച്ചും പറക്കാരെയും മുള്ളും കല്ലുകളും ഇല്ലാത്ത ഒരു നല്ല ഒരു ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ, ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മുള്ളില്ല, പറക്കാരയില്ല, അവർക്ക് മുറിക്കുന്നൊന്നുമില്ല, വിയർപ്പില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് അധികാരം കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ സകലത്തെയും അത് അടക്കി വാഴുവിൻ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ബി മൾട്ടിപ്ലൈ, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് സബ്ഡ്യൂ ദി എർത്ത്. നിങ്ങൾ അങ്ങനെ അനുഗ്രഹത്തോടെ വളരാൻ പറഞ്ഞു. ആ സമയത്ത് മുള്ളുമില്ല, പറക്കാരയില്ല, വിയർപ്പുമില്ല, രോഗവുമില്ല, മരണവുമില്ല, സുഖകരമായൊരു ജീവിതം. അങ്ങനൊരു ജീവിതം വിഭാവനം ചെയ്തിട്ടല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്നാൽ എന്തുകൊണ്ടാണ് ദുഃഖവും ഭാരവും പറക്കാരയും മുള്ളും കഷ്ടതയും രോഗവും മരണവും കടന്നു വന്നത്? അത് പാപം കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ സൃഷ്ടിയുടെ ആഗ്രഹത്തിൽ, അവൻ്റെ സൃഷ്ടിയുടെ തീരുമാനത്തിൽ അവൻ ദുഃഖവും ഭാരവും പ്രയാസവും അല്ല നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കണ്ടത്. അവൻ നമുക്ക് വേണ്ടി കണ്ടത് അനുഗ്രഹത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചുമാണ്. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും പറയുകയാ, നിങ്ങൾ കഷ്ടത അനുഭവിക്കണം. ഈ കഷ്ടത കൂട്ടിക്കൊണ്ടുവന്നത് ദൈവമല്ല. ഈ കഷ്ടത കൂട്ടിക്കൊണ്ടുവന്നത് പാപമാണ്. ഈ കഷ്ടത കൂട്ടിക്കൊണ്ടുവന്നത് സാത്താനാണ്. സാത്താൻ ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിച്ചു. അതിനുശേഷം ആദാമിനെ കൊണ്ട് പാപം ചെയ്യിച്ചു. അങ്ങനെ അവരെ കൊണ്ട് പാപം ചെയ്യിച്ച് പാപം വഴി അവൻ കഷ്ടതയെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ കർത്താവ് കഷ്ടതയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി അല്ല ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കർത്താവായ യേശുവിനെ അവൻ ഭൂമിയിലേക്ക് അയച്ചത്. യേശു നമ്മുടെ രക്ഷിതാവായി അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിൽ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെപ്പോലെ താൻ ഇറങ്ങി വന്നു. എന്തിനാ അവൻ വന്നത്? വന്നതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ ലക്ഷ്യം? നിന്നെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും, പാതാളത്തിൻ്റെ കരകളിൽ നിന്നും, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് ദൈവരാജ്യത്തിൽ അവകാശികളാക്കുവാൻ. അങ്ങനെ ഒരു വലിയ ആഗ്രഹമാണ് കർത്താവായ യേശുവിനുള്ളത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ കടന്നു പോകുന്ന, ചിലപ്പോൾ കഷ്ടതയോടെ കടന്നു പോകാം. ഇയ്യോബ് കടന്നുപോയി, മോശ കടന്നുപോയി, ദാവീദ് കടന്നുപോയി, അബ്രഹാം കടന്നുപോയി, യാക്കോബ് കടന്നുപോയി, പത്രോസ് കടന്നുപോയി, പൗലോസ് കടന്നുപോയി, കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയി, കഷ്ടതയിൽ കൂടി കടന്നുപോയി. പക്ഷേ നാം ആ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ കഷ്ടത ദൈവം തന്നതാ, ഇതങ്ങ് എൻജോയ് ചെയ്തേക്കാം, അങ്ങനെ ഓർത്ത് ആളുകൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ കഷ്ടതയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്തുവാണെന്നറിയോ? നിങ്ങൾ ഈ കഷ്ടതയെ സ്വീകരിക്കുകയാണ്. അതിന് പകരം നിങ്ങൾ ആ കഷ്ടതയോട്, പ്രയാസത്തോട്, ദുഃഖത്തോട് മാറിപ്പോകുവാൻ പറയണം. നിങ്ങളുടെ ശരീരത്തിലൊരു മുള്ള് കയറിയിരുന്നാൽ നിങ്ങൾ ആ മുള്ള് എടുത്തു കളയും. അല്ലാതെ ആ മുള്ള് കാലേ കയറിയിരിക്കുക, നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഞൊണ്ടി അയ്യോ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ദൈവം തന്ന മുള്ള അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഉപ്പൂറ്റിയെ കയറിയിരിക്കുക, കുപ്പിച്ചിൽ അല്ലെ മുള്ള് കയറിയിരിക്കുക, രണ്ട് ചവിട്ട് കുറച്ചുകൂടെ പൊളന്ന് രക്തം വന്നു ഇങ്ങനെ ഒഴുകുക. ദൈവം തന്ന കുപ്പിച്ചില്ല, അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇരിക്കുവോ? അനുവദിക്കുവോ? ഇല്ല. ഇനി നിങ്ങളുടെ കൊച്ചിൻ്റെ കാലേ കൊണ്ടതാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് എടുത്തു കളയും. എന്തുകൊണ്ടാണ് എടുത്തു കളയുന്നത്? നിങ്ങൾക്കറിയാം അത് അവിടെ ഇരിക്കുന്നത് നല്ലതല്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ ദൈവം നിന്നെ വിളിച്ചത് കഷ്ടത അനുഭവിച്ചിരിക്കാൻ വേണ്ടി അല്ല. കർത്താവ് നിന്നെ വിളിച്ചത്, അവൻ നിൻ്റെ കഷ്ടതയെ എടുത്തു മാറ്റുന്നവനാണ്. അവൻ നിൻ്റെ രോഗത്തിൻ്റെ കിടക്കയെ മാറ്റിവിരിക്കുന്നവനാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നീ അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ മാവ് കുറയ്ക്ക് തൊട്ടി അനുഗ്രഹിക്കപ്പെടും, എണ്ണ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ പേറും പെറുപ്പും അനുഗ്രഹിക്കപ്പെടും. നീ രാജ്യത്ത് ഉന്നതമായിരിക്കും, നീ കടം കൊടുക്കും, കടം വാങ്ങുകയില്ല, നീ തലയായിരിക്കും, വാലായിരിക്കുകയില്ല. എന്തുമാത്രം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്
പറയുന്നത്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് നിന്നോട് പറയുകയാണ്, നിൻ്റെ മനസ്സിനകത്ത് പാപത്തെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ നിൻ്റെ മനസ്സിൽ നിന്നോ ഇന്ന് എടുത്തു മാറ്റിയിട്ട് നീ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങണം. ഇല്ല, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത്, എൻ്റെ ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, അവൻ എന്നെ വിളിച്ചത് മറ്റൊന്നിനുമല്ല, അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ! അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ വചനം പറയുന്നു, അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ വാ, നീ ആയിരിക്കുന്ന ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് വാ. എന്തിനാ? എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം അബ്രഹാമേ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിൻ്റെ പേർ വലുതാക്കും. എന്തുമാത്രം അനുഗ്രഹമാണ്! വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം അവനോട്, നിനക്ക് ഞാൻ കഷ്ടത തരും, നിനക്ക് ദുഃഖം തരും, നിനക്ക് ഭാരം തരും, നിനക്ക് പ്രയാസം തരും, നിന്നെ ഞാൻ ഇങ്ങനെ ഒരു പുട്ടിനകത്ത് പുട്ടുകുറ്റി ഇട്ടിട്ട് കുത്തുന്നത് പോലെ ഞാൻ നിന്നിട്ട് കുത്തി 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 ചപ്പാത്തി പരത്തുപോലെ തന്നെ പരത്തി പരത്തി പരത്തി. എൻ്റെ പൊന്നെ, കർത്താവ് അതൊന്നും പറഞ്ഞില്ല. അവനോട് പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, അപ്പോൾ നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്ഡ്, നീ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു വന്നത്. എന്തിനാവും വന്നത്? നീ അനുഗ്രഹിക്കപ്പെടണം. ഏത് രീതിയിൽ? ഭൗതികമായി നീ അനുഗ്രഹിക്കപ്പെടണം, മാനസികമായി നീ അനുഗ്രഹിക്കപ്പെടണം, നിൻ്റെ ദേഹി അതായത് നിൻ്റെ സോൾ അനുഗ്രഹിക്കപ്പെടണം. ദൈവം അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്തു, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തു, സ്വർഗരാജ്യത്തിലെ സിറ്റിസൺസ് ആക്കി മാറ്റി. നമ്മളോട് പറഞ്ഞു, ഇനി നിൻ്റെ പൗരത്വം ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വം ഉയരത്തിലാകുന്നു, നമ്മുടെ പൗരത്വം സ്വർഗീയ പൗരത്വമാണ്. അതുകൊണ്ട് നീ സാധാരണക്കാരനല്ല, നീ പ്രത്യേകതയുള്ളവനാണ് എന്ന് നമ്മളോട് പറഞ്ഞു തന്നു. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓ കഷ്ടത കഷ്ടത കഷ്ടത. ഞാൻ പറയട്ടെ, കഷ്ടതയിൽ കൂടി കടന്നു പോകാത്തവരാരുമില്ല. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ അവൻ പോഷിപ്പിച്ചു. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ പറഞ്ഞത്? അവൻ പറഞ്ഞു, എടാ നീ പട്ടിണി കിടക്കേണ്ടവനല്ല, സുഭിക്ഷമായി ആഹാരം കഴിക്കേണ്ടവനാണ്. ഹല്ലേലൂയ! അപ്പം നിങ്ങൾക്ക് ഭക്ഷണത്തിന് കുറവുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, നോ നോ നോ, അതല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് സുഭിക്ഷമായ ഭക്ഷണം. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ട് മിച്ചം വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 കൊട്ട നിറച്ചെടുത്തു, അതുപോലെ മിച്ചം വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കാണുന്നു, പത്രോസിനെ വിളിച്ചു. പത്രോസിനോട് പറഞ്ഞു, പത്രോസ് പറയുകയാണ്, രാത്രി മുഴുവൻ നാഥ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാൽ നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കടാ മോനെ, നീ ഒന്ന് വലയിറക്കി നോക്കടാ, ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ലേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അവൻ വലയിറക്കി, പെരുത്ത മീൻ കൂട്ടം വള്ളത്തിനകത്ത് കയറ്റിയിട്ട് വള്ളം മുങ്ങുന്ന പോലെ, വല കീറുന്നത് പോലെയായി ഇട്ടിട്ടോടി. മനസ്സിലായി, യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ബലത്തിൻ്റെയും ഉയർച്ചയുടെയും ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ് എന്ന് മനസ്സിലായി. യേശു അവനോട് പറയുകയാണ്, ഇന്ന് മുതൽ നീ മീനിനെ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാ. യു വിൽ ബി ദ ഫിഷേഴ്സ് ഓഫ് മാൻ ഫ്രം ടുഡേ. ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയുകയാണ്, നിൻ്റെ ടൈറ്റിലിന് ഞാനൊരു മാറ്റം വരുത്തുകയാണ്. ഇതുവരെ നീ മീൻപിടുത്തക്കാരനായിരുന്നു, ഇനി മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അപ്പോൾ അവന് മനസ്സിലായി, ഞാൻ മീനെ പിടിക്കുവാൻ വലയെറിഞ്ഞു, ഇത്രയും വലിയ മീനെ ഞാൻ പിടിച്ചു, ഇത്ര അധികം മീനെ ഞാൻ പിടിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാകുമ്പോൾ അതുപോലെ ഒരു ക്വാളിറ്റി, അതുപോലെ ഒരു ശക്തി, അതുപോലൊരു അഭിഷേകം, അതുപോലൊരു ഉയർച്ച, അതുപോലൊരു ധൈര്യം എനിക്ക് തരും. ഇതുവരെ ഞാൻ പിടിച്ചതുപോലെയല്ല, അതിനപ്പുറത്ത് അപ്രമേയമായ, എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു പിടുത്തം ഉണ്ട്. അതാണ് മനുഷ്യനെ പിടിക്കുന്ന അവസ്ഥ. അതിലേക്ക് എന്നെ നടത്തുവാനിടയാകും. ഒരിക്കൽ ഒരു നൈൻ പട്ടണത്തിലെ വിധവ തൻ്റെ കുട്ടിയുമായി വരിക. അവൾ വിധവയായിരുന്നു, ഏകമകനായിരുന്നു. കുട്ടിയുമായി വരിക. കുട്ടി ഇതാ കിടക്കുന്നു, ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. ശവമഞ്ചത്തിൽ കിടക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ യേശുവിനോടൊന്നും പറഞ്ഞില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് കരയുവാനല്ല ഒന്നും സാധിക്കുന്നില്ല. അയ്യോ, നിൻ്റെ അവസ്ഥ ഇതാണോ ഇന്ന്? നിനക്ക് കരയുവാനല്ലാതെ ഒന്ന് കർത്താവിനോട് പറയുന്നു. ചില വ്യക്തികൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥയിൽ നിനക്ക് നിൻ്റെ നന്മ, നിൻ്റെ അനുഗ്രഹം, നിൻ്റെ ഡ്രീം, നീ കണ്ട സ്വപ്നങ്ങൾ, നിൻ്റെ പദ്ധതികൾ, പ്ലാനുകൾ നീ
തുടങ്ങിയ വീട്, നിൻ്റെ സഭ, നിൻ്റെ ബിസിനസ്സുകൾ, നിനക്കറിയാം ചില പല പല കാര്യങ്ങൾ നീ ചെയ്തത് ഒന്നുമില്ലാതെ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന അവസ്ഥയാണ്, ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇന്ന് കർത്താവായ യേശു നിന്നോട് പറയുന്നു, ഇതാ നിൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് കയറി വരുവാൻ പോകുകയാണ്. നയീൻ പട്ടണത്തിലെ വിധവ യേശുവിനോട് കരഞ്ഞില്ല. അവളുടെ ഹൃദയത്തെ കണ്ട സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മകനെ അവളുടെ അടുത്തേക്ക് അയച്ചതിന് ശേഷം ശവം മഞ്ചം അവൻ തൊട്ടു. ഇന്ന് നിൻ്റെ ശവമഞ്ചം, നീ ആയിരിക്കുന്ന അവസ്ഥയെ യേശു തൊടുവാൻ പോകുകയാണ്. യേശു പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന, വിചാരിക്കുന്ന നിൻ്റെ സ്വപ്നങ്ങളെ, നിൻ്റെ അനുഗ്രഹങ്ങളെ, നിൻ്റെ പദ്ധതികളെ, പ്ലാനുകളെ, വിസാകളെ, മിനിസ്ട്രിയെ, നിൻ്റെ കൃപകളെ, കൃപാവരങ്ങളെ ഇതാ ഞാൻ വീണ്ടും ജീവിപ്പിക്കുവാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉറപ്പോടെ, വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യെസ്, എനിക്കുള്ള ദൂതാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതം മറിയുവാൻ പോകുകയാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ പ്രാപ്തരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹത്തെ ആഗ്രഹിക്കണം. ഒരു ചിരട്ടയെടുത്ത് കമത്തി വെച്ചാൽ അതിൻ്റെ മണ്ടയിൽ വെള്ളം വീണ് വെള്ളം താഴോട്ട് പോകും. ഒരു തുള്ളി പോലും ചിരട്ടയ്ക്കകത്ത് വീഴത്തില്ല. എന്നാൽ ചിരട്ട നമ്മൾ മലത്തി വെച്ചാൽ, തുറന്ന ഭാഗം, തുളയുള്ള ഭാഗം വെച്ചാൽ അതിനകത്ത് വെള്ളം വീഴും. വെള്ളം വീണ് കുറച്ച് കഴിയുമ്പോൾ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാനിടയാകും. ഓ ഹല്ലേലൂയ. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? ഇതൊന്നും എനിക്കൊന്നുള്ളതല്ല, എനിക്കിതൊന്നും കേൾക്കണ്ട എന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ കമത്തി വെച്ച ചിരട്ട പോലെയാണ്. ഇങ്ങനെ ആയിരിക്കുന്നേ. ഇവിടെ വെള്ളം വീഴും, വെള്ളം അപ്പുറത്തോട് ഇപ്പുറത്ത് ഒഴുകിപ്പോകും, നിനക്കൊന്നും കിട്ടില്ല. എന്നാൽ നീ ഇങ്ങനെ ചിരട്ടയാണോ? ഇന്ന് കർത്താവ് നിന്നെ നിറയ്ക്കുവാനിടയാകും. ഹല്ലേലൂയ. നയീൻ പട്ടണത്തിലെ വിധവ കരഞ്ഞില്ല, എന്നാൽ അവൾ കരഞ്ഞു. അവൾ യേശുവിനോട് സംസാരിച്ചില്ല, എന്നാൽ അവളുടെ ഹൃദയത്തിൻ്റെ കരച്ചിൽ കണ്ടവനായ യേശു. ഇന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ കരച്ചിൽ എന്താണ്? ആ കരച്ചിൽ കാണുന്നവനായ ഒരു യേശുവുണ്ട്. ആ യേശു പറഞ്ഞില്ല, നയീൻ്റെ വിധവയിലെ വിധവയോട് പറഞ്ഞില്ല, ഓ സാരമില്ല, ഈ കഷ്ടതയിൽ കൂടി നീ കടന്നു പോകണം കേട്ടോ, ഈ കഷ്ടത നിന്നെ ബലപ്പെടുത്തുമെന്നല്ല പറഞ്ഞത്. ഈ കഷ്ടതയെ തകർത്തെറിഞ്ഞ്, കഷ്ടതയുടെ മേൽ ജയം തന്ന്, കഷ്ടതയെ ഇല്ലാതാക്കി, കഷ്ടതയുടെ ഉള്ളിൽ കഷ്ടതയെ വെട്ടിക്കീറി അതിൻ്റെ നടുവിൽ ജയം തരുന്നവനാണ് ഞാനെന്നാണ് അവൻ പറഞ്ഞത്. ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ, ഓ ഈ കഷ്ടത വന്നു വെട്ടും, ഫറവോൻ വന്ന് വെട്ടും കേട്ടോ. ഫറവോൻ വന്ന് വെട്ടി നിങ്ങളുടെ 8-10 ലക്ഷം പേരെ കൊല്ലും, ബാക്കിയുള്ളവർ അടിമയായി പിടിച്ചുകൊണ്ട് പോകും, പിന്നെയും കൊണ്ടുപോകും. ഈ കഷ്ടതയിൽ കൂടെ കടന്ന് 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 നിങ്ങൾ അങ്ങ് ബലപ്പെട്ട് ഇങ്ങനെ, അതല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങൾ കഷ്ടത അനുഭവിച്ചു, എന്നാൽ കഷ്ടത എന്നേക്കുമുള്ളതല്ല, കഷ്ടതയുടെ നടുവിലും ഞാൻ കടന്നു വന്ന് നിന്നെ വിട്ടുവയ്ക്കുന്ന ഒരു ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് അവൻ. വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തെ അവൻ ഓർത്തുകൊണ്ട് അവൻ കടന്നു വരികയാണ്. മോശയെ നേതാവാക്കി അവൻ കൊടുത്തിട്ട് പറയുകയാണ്, ഇതാ നിന്നെ ഇതുവരെയും കഷ്ടപ്പെടുത്തിയവനെ ഞാൻ ഇല്ലാതാക്കുവാൻ പോകണം. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്നറിഞ്ഞു. എങ്ങനെ പറയുന്നത്? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ദ ലോർഡ്. ഓ നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ പറയട്ടെ, നിനക്ക് കഷ്ടത എന്നത് ദാരിദ്ര്യമാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, രോഗമാണോ? എൻ്റെ യേശുവിൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിന്നെ കഷ്ടപ്പെടുത്തിയതിൻ്റെ നടുവിൽ അവൻ കടന്നു വന്നിട്ട് കഷ്ടതയെ മുറിച്ചു മാറ്റി അതിൻ്റെ നടുവിൽ നിനക്ക് വിജയം തരുന്നവനാണ്. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, വളരെ വ്യക്തമായി കാണുന്നു, ഹി പ്രിപ്പേഴ്സ് എ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മൈ എനിമീസ്. അവൻ എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഓ രഖലബശന്ധല. അതുപോലെ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മെക്കുറിച്ച് അവൻ വചനം പഠിക്കുമ്പോൾ നാം കാണുന്നൊരു കാര്യമുണ്ട്. ഹീ ഈസ് എ ഗോഡ് ഓഫ് ബ്ലെസ്സിങ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും, നിങ്ങളും ഞാനും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ആരാ പ്രാർത്ഥിക്കുന്നത്? കഷ്ടത തരണമേ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ? ഇല്ല, അവൻ പറഞ്ഞു അനുഗ്രഹിക്കപ്പെടുവാൻ. ഓ സ്വർഗസ്ഥമായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതെ, നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം സ്വർഗത്തിൽ ദാരിദ്ര്യമില്ല, കഷ്ടതയില്ല, പട്ടിണിയില്ല,
നഗ്നതയില്ല, രോഗങ്ങളില്ല, മരണമില്ല, അവിടെ ശാപമില്ല. അവൻ പറയുകയാണ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇവിടെയും കഷ്ടതയും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും മരണവും രോഗവും ശാപവും ഇല്ലാതെ സന്തോഷത്തോടെ ദൈവ സാന്നിധ്യത്തിൽ, അനുഗ്രഹത്തിൽ, ഉയർച്ചയിൽ, നന്മയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പേര് തന്നെ നോക്ക്, ജഹോവ ഷാലോം, അവൻ സമാധാനത്തിൻ്റെ കർത്താവാകുന്നു. ജഹോവ സിക്കേനു, ഓ ഹീസ് ഗോഡ് ഓഫ് റൈച്ചസ്നെസ് ആണ്. അവനെക്കുറിച്ച് ജഹോവ ജൈറ, ഹീസ് മൈ പ്രൊവൈഡർ. ജഹോവ ഷമ്മ, ജഹോവ റാഫ, എപ്പോഴും കൂടെയുള്ളവൻ, സൗഖ്യമാക്കുന്നവൻ. അവിടെ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, അവനെക്കുറിച്ച് പറയുന്നത് കഷ്ടതയുടെ ദൈവമെന്നല്ല, ജീവൻ്റെ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, ഉയർപ്പിൻ്റെ ദൈവം. ഹല്ലേലൂയ! എത്ര നല്ലവനായ ഒരു കർത്താവാണ്. എന്തുകൊണ്ടാണ് പിന്നെയും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം കഷ്ടത തരുമെന്ന്? ദൈവത്തിൻ്റെ പേര് കഷ്ടത എന്നല്ലല്ലോ. അവൻ്റെ യേശുവിനെ കുറിച്ച് പറയുന്നു, സോ ദാറ്റ് ഹി കെയിം സോ ദാറ്റ് വി വിൽ ഹാവ് ലൈഫ് ഇൻ അബൻഡൻസ്. ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിനും അവൻ കടന്നു വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവൻ കടന്നു വന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യം തരേണ്ടതിനും സമൃദ്ധിയായി ദാരിദ്ര്യം തരേണ്ടതിനും അല്ല. അവൻ കടന്നു വന്നത് നിനക്ക് ദുഃഖം തരേണ്ടതിനും സമൃദ്ധിയായി ദുഃഖം തരേണ്ടതിനും അല്ല. അവൻ കടന്നു വന്നത് നിനക്ക് രോഗം തരേണ്ടതിനും സമൃദ്ധിയായി രോഗം തരേണ്ടതിനുമല്ല. ബട്ട് ഹി കെയിം സോ ദാറ്റ് യു വിൽ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബൻഡൻസ്. യേശു കടന്നു വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. യഥാർത്ഥ ഇടയൻ നേരായ വഴിയിൽ കൂടി കടന്നു വരുമ്പോൾ കള്ളൻ മറയിൽ കൂടി കയറി വരുന്നു. കള്ളൻ വരുന്നു, അവൻ കക്കാനും മുടിക്കാനും നശിപ്പാനും കൊല്ലാനുമായിട്ടാണ് വരുന്നത്. ഹീ കം ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. സ്റ്റീൽ, കക്കുവാൻ, സ്റ്റീൽ, കിൽ, മുട്ടിപ്പാനും കൊല്ലുവാനുമായിട്ട് അവൻ വരുന്നത്. എന്നാൽ യേശു വന്നതോ, അപ്പോൾ കഷ്ടത തരുവാൻ അല്ല അവൻ വന്നത്. നമ്മുടെ ദൈവം വന്നത്, നമ്മുടെ കർത്താവ് യേശു വന്നത് എന്തിനാണെന്നറിയാമോ? അവൻ വന്നത് നിന്നെ അനുഗ്രഹിപ്പാനാണ്. ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹീ കെയിം ടു സേവ് യു, ഹീ കെയിം ടു പ്രൊട്ടക്റ്റ് യു, ഹീ കെയിം ടു ബ്ലെസ് യു. അവൻ വന്നത് നിന്നെ അനുഗ്രഹിക്കുവാൻ, ഉയർത്തുവാൻ, മാനിക്കുവാൻ, നിനക്ക് നന്മ തരുവാനാണ്. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. നയിൻ പട്ടണത്തിലെ വിധവയുടെ കരച്ചിൽ കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നവൻ, ഹല്ലേലൂയ, ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ വന്നു നിൽക്കുമ്പോൾ ചെങ്കടലിൽ നടുവ് കൂടെ അവരെ തുവർനിവലമാക്കി ഉണങ്ങിയ നിലത്തൂടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരപ്പുറത്ത് കയറി ചെന്നപ്പോൾ ഇതാ ഫറവോനും സൈന്യവും അവിടെ തകർന്നു പോകുവാനിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അവയെ തകർത്തെറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവുള്ളത് ആണ്. അവൻ്റെ പേരെന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ! ദൈവം നമ്മോട് കൂടെ. എൻ്റെ ദൈവം എന്നോട് കൂടെ, എൻ്റെ ദൈവം നിന്നോട് കൂടെ, എൻ്റെ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പോൾ അവൻ ഇമ്മാനുവേൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അവനെക്കുറിച്ച് പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നിൻ്റെ ശത്രു കഷ്ടതയാണോ? നിൻ്റെ ശത്രു രോഗമാണോ? നിൻ്റെ ശത്രു ഭാരമാണോ? നിൻ്റെ ശത്രു സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? സാമ്പത്തികമാണോ? വിസയുടെ പ്രശ്നങ്ങളാണോ? അഭിഷേകത്തിനകത്ത് നിനക്ക് വളരാൻ സാധിക്കാത്തതാണോ? പാപത്തിൻ്റെ ചിന്തയാണോ? അഡിക്ഷനാണോ? ഡ്രഗ്സാണോ? എന്തുമാകട്ടെ, ഒരു കാര്യം പറയാം, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇപ്രകാരം പറഞ്ഞത്, ഹീ ഈസ് വിത്ത് us, ഗോഡ് ഈസ് വിത്ത് us. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശത്രുക്കൾ അവൻ്റെ ശത്രുക്കളായി മാറും. നിന്നെ കഷ്ടപ്പെടുത്തുന്ന, നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസവും തരുന്ന പല കാര്യങ്ങളും അവൻ്റെ ശത്രുക്കളായി മാറും. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മകനെ തുടരുത്, എൻ്റെ മകളെ തുടരുത്. ഹീ ഈസ് ആൻ ആപ്പിൾ ഇൻ മൈ ഐ. അവനെ ഒരു കൃഷ്ണപണി പോലെയാണ് ഞാൻ കാക്കുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. തീമതിലായി നമ്മെ കാത്ത് പരിപാലിക്കുന്നവനായ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ കാര്യത്തിൻ്റെ പ്രത്യേകത, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മളെ നന്മകളാൽ നടത്തുന്ന, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്ന്
നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഏത് അവസ്ഥയിലും ആയിരിക്കട്ടെ, നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഭയങ്കര കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മുടെ കർത്താവിൻ്റെ പല പേരുകൾ നമ്മൾ എടുത്താൽ, അവൻ വലിയവനായ ദൈവം, അധികാരമുള്ള ദൈവം, ഉയർത്തപ്പെട്ടവൻ, സർവശക്തനായ എൽശദായ, സർവശക്തനായ ദൈവം. അവിടെയെല്ലാം നാം കാണുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ യേശു. നിൻ്റെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ യേശു. ഒന്ന് നിങ്ങളുടെ ചങ്കത്തൊന്ന് കൈവച്ചിട്ട് പറയാമോ, എൻ്റെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ, സ്തോത്രം. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ യേശു ഒന്ന് എഴുന്നേറ്റിട്ട് പറയും, എൻ്റെ മകൻ എന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ മകൾ എന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് എനിക്ക് ഉറപ്പുള്ളത്? എനിക്കുറപ്പുണ്ട്, എൻ്റെ മകന് എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നൊരു കർത്താവ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹത്തെ തന്നിരിക്കുന്നു. വലിയ സ്നേഹത്തെ തന്നവനായ ദൈവം, ആ സ്നേഹം ദുഃഖിപ്പിക്കുവാനല്ല, ആ സ്നേഹം തകർത്ത് കളയുവാനല്ല, തൻ്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞത്, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത്, അവൻ്റെ ദാരിദ്ര്യം മൂലം നമ്മൾ സമ്പന്നരാകേണ്ടതിനാ. അത് എല്ലാ രീതിയിലും, ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, നമ്മുടെ ദേഹീപരമായി, നമ്മളുടെ എല്ലാ മേഖലകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത്. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ കർത്താവ് സംസാരിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവ് യേശുവോട് പറയുക, കർത്താവേ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ പറയുന്നു, ഞാനിത് അനുഗ്രഹം പ്രാപിക്കുവാൻ തയ്യാറായി റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിലെ ഇതുവരെയും ഉണ്ടായിരുന്ന ചിന്തകൾ, കഷ്ടതയെക്കുറിച്ചും ഭാരത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ചിന്തകളെ ഞാൻ ഇപ്പോൾ വേണ്ട എന്ന് വെച്ച് അതിനോട് ബൈ പറയുന്നു. എന്നിട്ട് ഞാൻ നിൻ്റെ അനുഗ്രഹത്തെ, നിൻ്റെ നന്മയെ, നിൻ്റെ സന്തോഷത്തെ, നിൻ്റെ ഉയർച്ചയെ, നിൻ്റെ വിടുതലിനെ, നിൻ്റെ കരത്തിൻ്റെ അത്ഭുതത്തെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മളത് വിശ്വാസത്തോടെ പറയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ കർത്താവിൻ്റെ അത്ഭുത നന്മയെ കാണും. ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ വരുന്നുണ്ടല്ലോ സ്ക്രീനിൽ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാം. കൗൺസിലിങ്ങിനായി വിളിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ വിളിച്ചു പറയുക, എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സൂം മീറ്റിങ്ങുകളുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.